കൂടി ആക്രമിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഏതാ കൂട്ടം കൂടിയെന്ന് ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ കളി അങ്ങനത്തെയായിരുന്നു, മനസ്സിലായില്ലേ? അതായത് കൂട്ടം കൂടിയെന്ന് ഒറ്റപ്പെടുത്തി അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത്? അല്ലാതെ ഞാൻ ഒരാളെയും കുറ്റം വരാൻ തയ്യാറില്ല. ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തില്ലേ, അതൊക്കെ വലിയൊരു കാര്യമല്ലേ? ഞാനൊക്കെ അത്ര പ്രതീക്ഷിച്ചാൽ മതിയോ എൻ്റെ ജീവിതത്തിൽ? അല്ലല്ല, അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് പറയാൻ മാത്രമൊന്നുമല്ല. അവിടെ നമ്മുടെ അടുത്ത് ഓരോന്ന് വരുമ്പോൾ നമ്മൾ തിരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സൗഹൃദത്തിലാണ്. ഞാൻ വരുമ്പോൾ കണ്ടില്ല, എല്ലാവരായിട്ടും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരായിട്ടും ഞാൻ സൗഹൃദത്തിലാണ്. ഗെയിം ഞാൻ അവിടെ കളഞ്ഞു പോകുന്നതാണ്. ഇനി ഗെയിമല്ല, എനിക്ക് ജീവിതമാണ്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഏതാ ജിൻഡോ കരണാണ്ട് ഇപ്പോൾ പാവം. എൻ്റെ മല്ലയ്യ പാവമാണ്. അവന് ഞാനില്ലാതെ മിസ്സിങ് ആയിട്ടുണ്ടാവും. അത് അവൻ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവനൊരു പാവമാണ്. അവൻ ശുദ്ധനാണ്. അവൻ്റെ മനസ്സിൽ അവനൊരു കാര്യം പറഞ്ഞാൽ അത് പുറത്തേക്ക് അവന് അത് അങ്ങനെ അത്രയും പറയാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഞാൻ ഓരോരുത്തരോടും ചെന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ മനസ്സിൽ പറയുന്നതല്ല പുറത്തേക്ക് പറയുന്നത്. അവനൊരു പാവമാണ്. അവൻ നിങ്ങൾക്കൊക്കെ തോന്നിയില്ലേ, ഞാനൊരു പാവത്തിന് തന്നെയാണ് പാവം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ക്രൂരനല്ല പാവം എന്ന് പറയുന്നത്. അവൻ ആ മല്ലനായിട്ടുള്ള ശരീരം മാത്രമേ ഉള്ളൂ. പഞ്ചപാവണം. അവനാണ് എനിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു എന്നെ മുട്ടുകുത്തി നിന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ അവനവിടെ പുറത്ത് കിടന്നപ്പോൾ ഞാൻ പുറത്ത് കിടന്ന ഒരാളാണ്. അത് അങ്ങനെയല്ല. അതിപ്പോൾ അവൻ പുറത്ത് കിടന്ന കാരണം നമുക്കും പുറത്ത് കിടക്കണം അങ്ങനെ വിചാരിച്ചല്ല. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. അത് എനിക്ക് മല്ലയ്യനെ എനിക്ക് പരിചയമൊന്നുമില്ല. ജിൻഡോനെ എനിക്ക് അവിടെ ചെന്നിട്ടുള്ള പരിചയമാണ്. അവസാനം ജയിലിൽ കിടന്നില്ലേ, ആ സീക്വൻസ് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ആ ജയിലിൽ കിടന്നോട് കൂടിയിട്ട് ഒരു ബുദ്ധിയും ശക്തിയും ഒന്നിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേപോലത്തെ ആയിരുന്നു. കളി വേറെ ലെവലിൽ മാറ്റി പിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഒന്നുമല്ലാതെ ഇല്ല, എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റിയില്ലേ. ഞാൻ ഹീറോ ആവാൻ പോയിട്ട് ഞാൻ ഹീറോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല, പച്ചയായിട്ടൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നു. എനിക്ക് കിട്ടിയതൊക്കെ ബോണസാണ്. ഞാൻ സീറോ ആണെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്നെ നോക്കി വരില്ലല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമല്ലേ. ഇയാളുടെ പേരുന്നു അജീഷ്. നിങ്ങളെല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമാണല്ലോ. അപ്പം ഞാനൊരു സീറോ ആണോ? അല്ല, അതാണ് ഗെയിം കേട്ടോ. ഓക്കെ.